ജീവിതം ദുരിതപൂർണമാകുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇതിനാ പറയാ അന്ധവിശ്വാസം. രണ്ട് ഭാര്യമാരുണ്ട്. മൂത്തയാൾക്ക് അരിവരും, ഇളയാൾക്ക് മൂവരും കുട്ടികളുണ്ട്. കടുമുപ്പൻ തന്റെ മക്കളെയെല്ലാം ഒരുപോലെ വളർത്തി. ഇവർ പറഞ്ഞത് ശരിയാണ്. അശാസ്ത്രീയമായ വികസനത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? കുന്നും മലകളും നശിപ്പിക്കുന്നു, വയലുകൾ നികത്തുന്നു, ജലാശയങ്ങൾ മലിനമാക്കുന്നു, ജൈവ സമ്പത്ത് നശിപ്പിക്കുന്നു. ഫലമോ സകല ജീവജാലങ്ങളെയും ആരോഗ്യനില ഭീഷണിയിലാണ്. ഇങ്ങനെ പോയാൽ വരും തലമുറ ഇവിടെ എങ്ങനെ ജീവിക്കും? കൊട്ടുവിളക്ക് ഉത്സവം ഗംഭീരമാണ്. ആറാട്ട് കുടിച്ച് ആതിരി വിളക്ക് കണ്ട് തൊഴണം. ആങ്ങളമാർ വിളക്ക് കൊടുക്കുന്നത് കണ്ടപ്പോൾ കപ്പടത്തി കുട്ടിക്കും കൂടെ പോകാൻ കൊതിയായി.
തീരുമാനമെടുത്തു. തങ്ങളോടൊപ്പം, എന്നാൽ തങ്ങൾക്ക് മുന്നിലായി നടക്കണമെന്ന വ്യവസ്ഥയിൽ ആറാട്ടുവിളക്കിന് കൂടെ കൂട്ടാമെന്ന് അവർ സമ്മതിച്ചു. അങ്ങനെ കമ്പാലത്തിക്കുട്ടിയും അഞ്ചത്തിമാരും ആങ്ങളമാരോടൊപ്പം ആറാട്ടുവിളക്കിലൂടെ തിരിച്ചു. കാട്ടുമങ്കമാർ പോകുന്നത് കണ്ട് ചിലർ പിടിച്ചു നിന്നു. ചിലർ ആങ്ങളമാരെ പഠിച്ചു, മറ്റു ചിലർ പെണ്ണെടുത്തു. അവർ കുറെ ദൂരം പിന്നിട്ടു. കുന്നും മലകളും കയറി ഇറങ്ങി, കാടും മേടും പിന്നിട്ടു. ആരെയും കാണുന്നില്ലല്ലോ. എന്റെ പൊന്നമ്മമാരുണ്ട്, എന്റെ കുഞ്ഞനിയത്തിമാര്, അവരെവിടെ? അവൾ കുറെ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആരെയും കാണുന്നില്ല. എന്നാലും അവർക്കൊന്ന് മിസ് കോൾ ചെയ്യാമായിരുന്നു. അവിടെ ആങ്ങളമാരെയും കുഞ്ഞനിയത്തിമാരെയും അന്വേഷിച്ചു. അവരെ കണ്ടെത്തിയില്ല. ഒടുവിൽ അവൾ ചുറ്റും നോക്കി. വിജനമായ വഴികൾ മാത്രം നീണ്ടു കിടക്കുന്നു. കുന്നും മലകളും കയറി ഇറങ്ങി അവൾ ആകെ തളർന്നു, ക്ഷീണമായി. വല്ലാത്ത ദാഹം. ഇത്തിരി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. അവൾ ആ വൃക്ഷത്തിന്റെ ചുവട്ടിലുള്ള പാറമേൽ ഇരുന്നു. ഒന്നും വേണ്ടിയിരുന്നില്ല. ആങ്ങളമാരോട് വാശി കാണിക്കേണ്ടിയിരുന്നില്ല. അവൾക്ക് കുറ്റബോധം തോന്നി. തളർച്ച അവളെ കീഴ്പ്പെടുത്തിയപ്പോൾ പാറക്കല്ലിൽ കണ്ണുകൾ ചിമ്മി അവൾ ചാരി വീണു. അത് അവളെ പകുതി തലോടി കണ്ടുപോയി. പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടപ്പോൾ ഞെട്ടി ഉണർന്നു. ആരെയാണ് അയാൾ? ആരാ? തപ്പിച്ചിരുണ്ട, കറുത്തിരുണ്ട മാവിലാൻ. ആരാ? മാവിലാൻ തുറച്ചു നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. അവൾ പറഞ്ഞു, വഴി തെറ്റിയതാ. കുന്നും മലകളും കയറി ഇറങ്ങി ആകെ തളർന്നു. വല്ലാത്ത ദാഹം. ഇച്ചിരി കുടിനീര് കിട്ടിയിരുന്നെങ്കിൽ. കപ്പാടത്തിയോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എന്തോ അടുപ്പം തോന്നി. കപ്പാടത്തേക്ക് തിരിച്ചു. അവർ തമ്മിൽ വല്ലാത്തൊരു ഇഷ്ടം തോന്നി. അവർ രണ്ടുപേരും മാവിലാനും കപ്പാടത്തിനും മാവിലാന്റെ കൂടെ കൂടി താമസമായി. അമ്മോപ്പ, ആർക്കറിയാം അവിടെ വല്ല ഒളിക്യാമറ ഉണ്ടോന്ന്? കാതിലായെന്താ? അല്ലേ ആശാ, ടീച്ചറൊക്കെ അങ്ങനെ ഇല്ലേ? ആങ്ങളമാർ ഉപേക്ഷിച്ചില്ല. കാട്ടിലും നാട്ടിലും ആളെ വിട്ട് അന്വേഷിച്ചു. ഒടുവിൽ കാതോട് കാതുകൾ തകർന്ന ആ വാർത്ത ആങ്ങളമാരുടെ ചെവിയിൽ എത്തി. അന്ന് കാട്ടിൽ ഒരു പാവിലാൻ സുന്ദരി പോലെ കൂടെ പാപ്പിച്ചിരിക്കുന്നു. പോരാത്തതിന് അവർ ഗർഭിണിയാണ്. ആങ്ങളമാർ ഞെട്ടിത്തെറിച്ചു. ആശ്വാസമോ? എന്താശ്വാസം? അഞ്ചാങ്ങളമാരും ഒറ്റക്കെട്ടായി. അവിടെ ഇനി കഥ തീർന്നിട്ടില്ല. കാലം മാറി. സ്ത്രീ സമൂഹവും തങ്ങളുടെ ശരീരവും മനസ്സും എഴുന്നടങ്ങാനുള്ളതല്ലെന്ന് അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഏത് പ്രതിബന്ധത്തെയും തട്ടിമാറ്റാനുള്ള കരുത്ത് ഇന്ന് സ്ത്രീകൾക്ക്. ീരകൾ നൽകും ദുരാചാര
ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തിന്റെ ഈ മാറ്റത്തിന് പിന്നിൽ ഒരുപാട് ത്യാഗത്തിന്റെയും പോരാട്ടങ്ങളുടെയും കഥയുണ്ട്. സ്ത്രീ സമൂഹം മുന്നേറുകയാണ്. അടുക്കളയിൽ നിന്നും സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് മുഷിഞ്ഞു നാറിയ ആചാരങ്ങളെയും വ്യവസ്ഥിതികളെയും തച്ചുടച്ച് ആധുനിക സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആ നേതൃത്വം ഏറ്റെടുക്കുമെന്ന് അവൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. കപ്പാളത്തി എന്ന ഈ കലാമേള ഇവിടെ